पूर्वमस्तो व्रतं देवाय धीमहि अग्निदेवो तन्नो मः इष्टकामप्रदे स्वाहा ॐ भूं भुः स्वाहा ॐ पूर्वमते अभ्यन्तरे यदा यस्मै अदन्नमे स्वाहा ॐ पूर्णमस्तो तदिष्टाङ्कृते सुधिष्णामः इष्टकामेन नमस्तो अदन्नमे स्वाहा. ഉത്തമവും ശുഭകരവുമാണ് സകലതും. രഘുപാൽ സാറേ, പറഞ്ഞ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു മംഗല്യ സൗഭാഗ്യമാണ് മോന് കാണുന്നത്. ഞാൻ ഉറപ്പിച്ചു തന്നെയാ പറയണത്. ഈ ജാതകത്തോട് പൊരുത്തമുള്ള ഒരു ജാതകം കണ്ടെത്തേണ്ട താമസമേ ഉള്ളൂ. കല്യാണം ഉടനെ നടക്കും. എന്റെ കൈമള ഇതൊക്കെ കുറെ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ഒരു ജാതകമല്ല, പൊരുത്തമുള്ള 12 ജാതകമായിട്ട് ദേ ഇവിടെ ഒരാൾ നിൽക്കുന്നത്. എന്നിട്ട് എന്താ തടസ്സം? തടസ്സമുണ്ട്. അത് മാറി കിട്ടാനായി പൂജയും കാര്യങ്ങളൊക്കെ. എങ്ങനെ മാറാനാ? മറ്റാരുമല്ല തടസ്സം, അവൻ തന്നെയാ, ഈ ജാതകക്കാരൻ. ജാതകത്തിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? ബാംഗ്ലൂരിൽ നിന്ന് M.Com ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് വന്നിരിക്കുക. ഒറ്റ മോനാ. അമ്മയ്ക്ക് അവനെ പിടിച്ച് കെട്ടിച്ച് ഉടനെ ഒരു പെണ്ണിനെ അവിടെ കൊണ്ടുവരണം. അവൻ പറയുന്നവന് കല്യാണ പ്രായമൊന്നും ആയിട്ടില്ല, MBA പഠിക്കണം, അത് കഴിഞ്ഞിട്ടൊക്കെ മതി കല്യാണം എന്നാ. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കണോ സുധി? എന്താ, നീ എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചോ? ആ, എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാനിപ്പോ കഴിക്കുന്നില്ല, തീർന്നില്ലേ? അയ്യോ, അങ്ങനെ എപ്പോഴും കഴിക്കാറിന് ക്ഷീണിച്ചു പോവും. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിക്കാൻ നീ ആരാ? വിനോബ ഭാവയോ അതോ മഹാത്മാഗാന്ധിയോ? പോയി കഴിക്കടാ. ഇല്ല, കഴിക്കുന്നില്ല. എന്താ എന്താ കാര്യം? ഈ അമ്മയ്ക്ക് എപ്പോഴും കല്യാണാലോചനയാ. ആ, അവിടെ കല്യാണം കഴിഞ്ഞല്ലേ, ഞാനല്ലേ കെട്ടിയത്. ചുമ്മായിട്ട് കുരങ്ങളിപ്പിക്കൊന്നും വേണ്ട. എനിക്കറിയേണ്ടത് എന്നെ ഇപ്പൊ MBA പഠിക്കാൻ വിടുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, നിന്നെ പിടിച്ച് കെട്ടിക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം. ഇതിൽ നിന്നൊന്നിനെ നീ ഇപ്പൊ തെരഞ്ഞെടുത്തേ പറ്റൂ. ഇന്നത്തോടുകൂടി എനിക്ക് രണ്ടാലൊന്നും അറിയണം. തെരഞ്ഞെടുക്കടാ. തെരഞ്ഞെടുക്കാം, ഇപ്പൊ തന്നെ തെരഞ്ഞെടുക്കാം. തെരഞ്ഞെടുക്കും, എല്ലാത്തിനും തെരഞ്ഞെടുക്കും. ഇനി പിടിച്ച് കെട്ടിച്ചോ. അഹങ്കാരം കാണിച്ചോണ്ടല്ലോ ഒന്ന് കുഴിച്ചുകൂടി കളയാൻ. കൊന്നേരെ, ഇപ്പൊ തന്നെ കൊന്നേരെ. കൊല്ലൂടാ, കൊല്ലൂടാ നിന്നെ. വന്നേ. അന്തെന്നെല്ലാം പറഞ്ഞ അനുസരിക്കാത്തവനെ വെച്ചോണ്ടിരിക്കുന്നത് വരാൻ. എന്താ എന്താ എന്തിനാ ഇത്രയും കടിപ്പിച്ച വർത്തമാനത്തിനും വഴക്കിനൊക്കെ പോകുന്നത്? അവന്റെ ഇഷ്ടം പഠിക്കണമെന്നാണെങ്കിൽ പഠിക്കട്ടെ. നിങ്ങളങ്ങ് പറഞ്ഞാ മതി. നീ ഒറ്റ ഒരുത്തി അവനെ ചീത്തയാക്കുന്നത്. അവൻ ചീത്തയാവൊന്നുമില്ല, അങ്ങ് പറഞ്ഞാ മതി. എന്തായി? ഭയങ്കരൻ. ഇതെന്റെ ഐഡിയ അല്ല, നിന്റെ ഐഡിയ ആണ്. മിടുക്കൻ. ആ, ഇനി പോയി അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കേ. ശരിയാ, പാവം. ആ, ഹലോ, വഴക്ക? വഴക്കൊന്നുമില്ല. എന്നാ ഞാൻ പോയി പഠിച്ചോട്ടെ? ആ, പഠിച്ചോ. പക്ഷെ ഇനി നീ എന്റെ പുറകെ കെഞ്ചി വന്നാലേ ഞാൻ നിന്നെ പിടിച്ചു കെട്ടിക്കും. വരും അമ്മേ, കെഞ്ചി വരും. എന്നിട്ട് ലക്ഷ്മി പോലൊരു പെണ്ണിനെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരും. അവൾ അമ്മയെ സഹായിക്കും, സന്തോഷിപ്പിക്കും. ഇപ്പൊ എന്നെ അനുഗ്രഹിച്ചേ, ഞാൻ പോയി പഠിച്ചിട്ട് വരട്ടെ. ഒന്നുകൂടെ പിടിച്ചൊന്ന് അമർത്തിയിരുന്ന അവനങ്ങ് സമ്മതിച്ചേനെ. എന്തോ അല്ല, നമ്മൾ ഒന്നുകൂടെ നിർബന്ധിച്ചിരുന്ന അവൻ കല്യാണത്തിന് സമ്മതിച്ചേനെന്ന്. ഈ അച്ഛനും മോനും തമ്മിലുള്ള കളി മനസ്സിലാക്കാതിരിക്കാനേ ഞാൻ അത്ര വിട്ടിയൊന്നുമല്ല. Who are you? What do you want? രാമേന്ദ്രൻ നായർക്ക് എന്നെ മനസ്സിലായില്ലേ? അയ്യോ, പ്രൊഫസർ ഉദയവർമ്മ തമ്പുരാനല്ലേ? വരൂ 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 വരൂ. ഉദയനെ ഞാൻ അവസാനമായി കണ്ടിട്ട് എത്ര വർഷമായി എന്ന് ഓർമ്മയുണ്ടോ? ഏറെയായി. ഏറെ എന്ന് വെച്ചാൽ 34 ബ്രിട്ടീഷ് വർഷമായി. ഇരിക്കൂ. കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും ഇപ്പൊ ഇവിടെ ആരുമില്ല.
അവള് പോയില്ലേ, ഞാൻ ഒറ്റയ്ക്കായി. ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 20 years. വലിയ ഷോക്കായി പോയില്ലേ എനിക്ക്. ഡെഡ് ബോഡി എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല അത്രേ. അവൾ ഉറങ്ങില്ലേ, എന്തിനാ ഉണർത്തണേ? 3 ദിവസം ഞാൻ അവളുടെ കൂടെ കിടന്നുറങ്ങി. ഒടുവിൽ ബലാത്കാരമായി എന്നെ ഇഞ്ചക്ട് ചെയ്ത് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് അവളെ ദഹിപ്പിച്ചത്. അന്ന് തുടങ്ങിയതാ എന്റെ ഈ മെന്റൽ ഡിസീസ്. രാത്രി ഉറക്കമേ ഇല്ല. രാത്രി ആരോ ഒക്കെ എന്നെ പിടിച്ച് കെട്ടാൻ പോണ മാതിരിയൊക്കെ തോന്നും. ആ സമയത്ത് ഞാൻ ഇതിങ്ങോട്ട് എടുക്കും. ഫുൾ ഓടണ്ട. ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും. ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ ഒരു മാറ്റം തോന്നുന്നില്ലേ? മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. Who are you? ഇവൻ എന്റെ മകനാ, രാധു. അതിന് ഉദയം കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ? ഇല്ല, കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം വല്ലാത്തൊരു ഏകാന്തത. അങ്ങനെ ഇവനെ ദത്തെടുക്കുന്നത്. അന്ന് ഇവന് 5 വയസ്സ്. ഇപ്പോ എന്റെ എല്ലാം ഇവൻ തന്നെ. ഇവനിപ്പോ എന്ത് ചെയ്യുന്നു? ഇവനെ ഞാനിപ്പോ ഇവിടെ ബിസിനസ് മാനേജ്മെന്റിന് കമ്പ്യൂട്ടർ കോഴ്സിനും ഒക്കെ ചേർത്തു. ഹോട്ടലിലോ ഹോസ്റ്റലിലോ നിർത്താൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോഴാ ഓർത്തത്, രാമേന്ദ്രൻ ഇവിടെ ഉണ്ടല്ലോ, ഒറ്റയ്ക്കാണല്ലോ താമസം, ഇവനെ കൂടെ ഒന്ന് കൂട്ടിക്കൊള്ളാമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനിവിടെ ഒരു കൂട്ടുകാരന്റെ കൂടെ. ഉദയനും ഞാനും 5 കൊല്ലം ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. ഉദയന്റെ മോൻ എന്റെയും മോനാ. നീ ഇവിടെ താമസിക്കും, ഇവിടെ തന്നെ താമസിക്കും. അപ്പോ നാളെ തന്നെ പെട്ടി മറ്റുമായിട്ട് അവനെ ഇങ്ങോട്ട് അയച്ചോട്ടെ. പിന്നെന്താ? വാരാതു, സമയം കളയണ്ട, പോകാം. ശരി, വരട്ടെ. ആ, അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി, ഗുഡ് ബോയ്. അച്ഛാ, അങ്ങേര് തന്നെ പറയുന്നു അങ്ങേർക്ക് വട്ടാണെന്ന്. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക്? അതിനെന്താ, അസുഖമുള്ളവരെ അകറ്റുകയല്ല, അടുപ്പിക്കുകയാണ് വേണ്ടത്. സ്വയം അറിയുന്നവനാണ് ഉത്തമ മനുഷ്യൻ. രാമേന്ദ്രൻ അവനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുന്നു. നിന്നെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ആശ്വാസം. വാ. रूपा कल्याणी कल्याणशाय कमनीया कलामलाक्षी कल्पशक्ति कमलाक्षी कल्पशक्ति कमनीया कमलाक्षी कल्पशक्ति कमलाक्षी എന്തോ ഒരു ആലോചന? കുറെ ദിവസമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു. പറയടാ, നീ പാരെ കുറിച്ച് ആലോചിച്ചേ? ഒരു പെണ്ണിനെ കുറിച്ചാ. പെണ്ണോ? ഏത്? ആര്? അതെ, ആരൊക്കെയോ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പോലെ, ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം പോലെ ഒരു പെണ്ണ്. ലവ് ആൻഡ് ലവ് ഓൺലി. സ്നേഹം, സ്നേഹം മാത്രം തരാനായി എൻ്റെ മുന്നിലേക്ക് വന്നു. അവളെ കല്യാണം കഴിക്കേണ്ട വഴികളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓഹോ, അവിടം വരെ എത്തിയോ? എന്താ അവളുടെ പേര്? പേരറിയില്ല. പേരറിയില്ലേ? പിന്നെങ്ങനാ? എവിടെ അവളുടെ വീട്? അറിഞ്ഞൂടാ. നാടോ? അതും അറിഞ്ഞൂടാ. ബെസ്റ്റ്. പഴയതുപോലെ ഇവിടെ തന്നെ ഇരുന്നേ. ഇതൊരു ഫസ്റ്റ് ക്ലാസ് കല്യാണ ആലോചനയാണ്. വിട്ടുകളയരുത്. നീ ഇരുന്ന് ആലോചിക്ക്. രാത്രി മുഴുവൻ മകൻ ഇരുന്ന് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. ഞങ്ങൾ പോയി കിടക്കാം. വട്ട വട്ട അങ്കിളുടെ പകർന്നതാ. I love her. I am going to marry her. കിടന്നുറങ്ങടാ.
ഞങ്ങളിവിടെ ഇരുന്നോട്ടെ ഇത്തിരി നേരം. ഇരുന്നോ. വാ. എന്തെങ്കിലും വർത്തമാനം പറയോ ഞങ്ങളോട്? ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ നമുക്കെന്തെങ്കിലും സംസാരിക്കാം. എന്തെങ്കിലും പറ. ഹലോ ഹലോ അല്ലോ. ഹലോ 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 ഹലോ. ഹലോ. എൻ്റെ പേര് മിനി. ഇതെൻ്റെ ഫ്രണ്ട് ശ്യാമ. ഹലോ ഹലോ ഹലോ. ഹലോ. ഞങ്ങൾ രണ്ടുപേരും സെന്റ് പോൾസിൽ ഫൈനൽ ബികോമിന് പഠിക്കുക. ഹലോ ഹലോ. അവന്മാരെ വിശ്വസിക്കരുത്. അവര് രണ്ടുപേരും കള്ളന്മാരാ. അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ. ഒന്നും തോന്നരുത് കേട്ടോ. ഒരു അക്കിടി പെട്ടുപോയി. സത്യത്തിൽ രക്ഷിച്ചത് നിങ്ങളാ. ഈ ശ്യാമ ഇളക്കിയിട്ടാ വീട്ടുകാരറിയാതെ ഒരു മാറ്റിനി ഷോയ്ക്ക് പോയത്. ആ കാറിൽ വന്നവരില്ലേ, അവർ ഞങ്ങളുടെ പുറകിൽ വന്നിരുന്നു. എന്തൊരു ശല്യമായിരുന്നു. തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരലും. ഒടുവിൽ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പൊ അവരും പിന്നാലെ വന്നിട്ട് വാ കാറി കയറി കൊണ്ടുവിടാം, അല്ലെങ്കിൽ പിടിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു. പേടിച്ച് ഞങ്ങൾ വേറെ വഴി തിരിഞ്ഞ് ഇവിടെ കയറിയപ്പോ ഒരു ബുദ്ധി തോന്നിയാ നിങ്ങളുടെ അടുത്ത് വന്നേ. ആൺകൂട്ടുണ്ടെന്ന് അറിയുമ്പോ അവർ പൊയ്ക്കോളെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ വർത്താനം പറയാനൊക്കെ പറഞ്ഞത്. ഒന്നും തോന്നരുത്, ഞങ്ങൾ പോവാ. അയ്യോ നിക്ക്, പോകാൻ വരട്ടെ. അവന്മാർ ഇനിയും വരും. റോട്ടി കൂടി പെമ്പിള്ളാരെ നടക്കാൻ സമ്മതിക്കാത്ത നാടുകള്. നമുക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് വരടാ. വേണ്ടടാ, അവന്മാരൊന്നും ഇനി വഴിക്ക് വരില്ല. വന്ന അപ്പൊ നോക്കാം. നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടത്? ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ്സിലാ പോന്നെ. വാ, ഞങ്ങൾ കൊണ്ടുവിട്ടു. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. അവന്മാർക്കിട്ട് 5-6 കൊടുത്തിട്ട് വരടാ. എന്നാ നീ പോയി കൊടുത്തിട്ട് വാ, ഞാൻ ഇവരെ കൊണ്ടുവിട്ടിട്ട് വരാം. അയ്യോ വേണ്ട, നിങ്ങൾ കൂടെ വരണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. താങ്ക്സ്. നീ എന്താണ് പറഞ്ഞത്? ഞാൻ ഒറ്റക്ക് പോയിട്ട് അവന്മാർക്ക് ഇട്ടിരിക്കാനാ? പിന്നെ അല്ലാതെ നിനക്ക് എന്താ സൂക്കട്? വല്ലോടത്തും കിടക്കുന്ന പെമ്പിള്ളേർക്ക് വേണ്ടി പോയി ഇടി വാങ്ങിക്കാൻ. വല്ലോടത്തും കിടക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, പേരും നാടും വീടും ഒന്നും അറിയാത്ത എന്റെ പെണ്ണിനെ കുറിച്ച്. അവളാ അത്, മിനി. ഏത് ലവ്വോ? എന്നിട്ടാണോ നീ അതിനെ വെറുതെ വിട്ടത്? വന്നു കയറിയ ഭാഗ്യത്തിന് കൈവിട്ട് കളയരുത്. നിനക്ക് മുട്ടണോ അവളെ? ബൈക്ക്. ഹലോ, പേടിക്കണ്ട, എസ്കോട്ടാ. വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. സാരമില്ലെന്നേ. ഡോണ്ട് വറി, സയൻസോ. എവിടെ വിളിക്കണം? എങ്ങോട്ടാ എല്ലാരും കൂടെ? ഇത്രയങ്ങ് അകമ്പടി സേവിക്കാൻ ഇവരാരാ നിങ്ങടെ? പറയടാ, ഇവരാരാന്ന്? അവന്റെ പെങ്ങളാ ഇത്. നീല ആണോടാ? എന്താ പെങ്ങടെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. ഓഹോ, അപ്പൊ ഇതാരാ? ഇത് അവന്റെ പെങ്ങളാ. ആങ്ങള അല്ല, ഇത് പെങ്ങളാ. സിസ്റ്റർ. നേരാണോടാ? എന്താ പെങ്ങടെ പേര്? തങ്കമ്മ. ഓഹോ, എന്താ നിന്റെ പേര്?
തങ്കപ്പൻ. സാറെന്താ ഒന്നും മിണ്ടാത്തത്? സാറിന്റെ ആരാ ഇവള്? പറയടാ, പറയാൻ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. ആരാടി ഇവൻ? എനിക്കറിയില്ല. ഇവൻ ആരാടി? അറിയില്ല. ഇവൻ ആരാ? എനിക്കറിയില്ല. ഈ ഞാൻ ആരാ? എന്റെ ഇച്ഛായൻ. അപ്പൊ നീ എന്താടാ പറഞ്ഞത്? ഐ എം സോറി. ഞാൻ എന്താണ് ഇത്? അടിച്ചത് എന്ത് പ്രാന്ത അയ്യോ നീ കാണിക്കുന്നത്? ഇവിടെ എന്താ കാണിച്ചത് നമ്മ ചോദിച്ചോ? ഉച്ച മുതൽ വൈകുന്നേരം വരെ എവിടെയായിരുന്നു നമ്മ ചോദിച്ചോ? ആരോട് ചോദിച്ചിട്ട് മാറ്റിക്ക് പോയത്? തക്ക സമയത്ത് ഞാൻ ചെന്നിലായിരുന്നെങ്കിൽ അവന്മാരോട് പോയനെ ബൈക്കിന് അടിച്ചത് ഒന്നും പറയണ്ട. അവളെല്ലാം എന്നോട് പറഞ്ഞതാ. അവളുടെ പിന്നാലെ വന്ന അവൾ എന്ത് ചെയ്യാനാ? അമ്മച്ചിയോട് എന്നോട് അവള് സത്യം ചെയ്താ. കേൾക്കണം, കേൾപ്പിച്ചു കൊടുക്കുമോളെ. വന്ന് കേക്കടാ. സത്യം ചെയ്യട്ടെ അമ്മച്ചി. അങ്ങോട്ട് നോക്കടാ. കർത്താവാണ്, എന്റെ അമ്മച്ചിയാണ്, എന്റെ ഇച്ഛായന്മാരാണ്. ഞാൻ വഴി പിഴച്ച് എങ്ങും പോവില്ല. സത്യം, സത്യം, സത്യം. മതി മതി മതി, ഒളിപ്പിക്കും, സാരമില്ല. എന്നതാടാ ഇവിടെ കാഴ്ച കാണാൻ നിൽക്കുന്നത്? പോയി കളിക്കും പിള്ളേരെ. അവന്മാരെ അഡ്രസ് എന്തിനെ? രണ്ടു കൊടുക്കാൻ. അവന്മാർക്കിട്ടേ കൊടുത്തല്ലേ? അത് പോലീസിന്റെ ഇടി. നീ വർക്കിയോട് കൊടുക്കാതെ വർക്കിക്ക് ഉറക്കം വരില്ല. അഡ്രസ് പറ. കാരക്കാട്ടെ കേണലിന്റെ വീട്ടിലെ താമസം. കൈയും കാലം നോടിക്കാൻ നിൽക്കരുത്. ആരാടാ ഇന്ന് എന്റെ പെങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ? ദേ അടുത്തത് പറയടാ. ആരാടാ ഈ വർക്കിയുടെ പെങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ? ഞങ്ങളാടാ. എന്റെ അമ്മേ, അവന്മാരല്ല, മിനിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഞാനാ. തെറ്റായി പോയെന്നറിയാം. അതിനെവിടെയും വന്ന് മാപ്പി ചോദിക്കാം. അതല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞത് ഇനിയും പറയും. പിള്ളേരെ തല്ലുന്നത്. അയ്യോ, അവന്മാര് പോയല്ലോ, പിന്നെന്താ? പോയാലെന്താണോ? അവരെല്ലാം കൂടെ നിങ്ങളെ തല്ലിയില്ലേ? അതിന് അങ്കിൾ എന്താ അബദ്ധമായി കാണിച്ചത്? വെടി എങ്ങനെ അവന്മാർക്കിട്ട് കൊണ്ടിരുന്നെങ്കിൽ കൊലപാതക കുറ്റമായനല്ലോ. ആയാലെന്താ? ഒരു കോടതിക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ഐ ആം മെന്റൽ. മരുന്ന് വെക്കണം എല്ലാ സ്ഥലത്തും, കേട്ടോ? അത് കഴിഞ്ഞ് വന്നാ മതി. പൈസ ഞാൻ തരും. എന്നാ വേഗം പോയി ഡോക്ടറെ കണ്ടിട്ട് വാ. കർത്താവേ, സക്സസ് സക്സസ്. എന്താ ആക്സിഡന്റ് പറ്റാണോ? പിന്നെ കുറെ പേരുകൂടി തല്ലിയതാ. കർത്താവേ, ഇതെന്ത് കഷ്ടമായി പോയി. ഏത് പുല്ലന്മാരായി ചെയ്തത്? മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും തല്ലാൻ പറ്റൂ? കണ്ണിച്ചോറിയില്ലാത്ത കശ്മലന്മാര്, ദ്രോഹികള്. നോക്കട്ടെ. ആ ആ ഇവിടെ ആ
മരുന്ന് മാത്രം വെച്ചാ പോരാ, ഇഞ്ചക്ഷൻ എടുക്കണം, ഇഞ്ചക്ഷൻ. ഏതായാലും നിങ്ങള് ഭാഗ്യവാന്മാരാ. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന്. ഏത് മുറിവും ഒരു ഞൊടി ഇടയ്ക്കുള്ളിൽ മാറും. കാല് കേട്ട് ഒരല്പം നീറ്റലുണ്ടാവും, സാരമില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീറ്റല് കാണുമെന്ന്. ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ. സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ആദ്യം അവളുടെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ, എന്തായാലും അവന്റെ പേര് ഈയോ. ഈയോ ആണെങ്കിലും ചെമ്പാണെങ്കിലും അവൻ കുറെ തല്ലി. അത് കഴിഞ്ഞ് അവളുടെ വേറൊരു ചേട്ടൻ ഒരു പെറുക്കിയല്ല വർക്കി, അവനും ഗുണ്ടകളും കൂടി തല്ലി. അവർക്കിട്ട് ഞങ്ങളും ശരിക്കും കൊടുത്തു. എടാ, ആ വർക്കിയുടെ ചേട്ടൻ ഇയ്യോയുടെ ചേട്ടൻ കുട്ടപ്പായ ഡോക്ടറാണ് ഞാൻ. നിക്കവിടെ നിനക്കൊക്കെ പോകുന്ന പാടത്തിനെ കാണിക്കാൻ ഞങ്ങളുടെ വിടണ്ടേ. പോകട്ടെ അന്തരാണ് പോയതിന്റെ ഒക്കെ. നെല്ലിന് തളിക്കാൻ വെച്ചേതോ പൊനാങ്കിലെ മരുന്നെടുത്ത് അവൻ ഒഴിച്ചെന്നാ തോന്നണ. എന്തൊരു തീറ്റല്. എവിടുന്ന് കിട്ടിയടാ നിനക്ക് അവളെ? ചെല്ലുന്നിടത്തൊക്കെ അവിടെ ചേട്ടന്മാരാണല്ലോ. വേണ്ട, ഇനി പണി വേണ്ട, വിട്ടേര്. അവളവിടെ പാട്ടിന് വിട്ടേര്. ആഹാ, ഇത്രയൊക്കെ ഇടിയും കൊണ്ട് നീറ്റിൽ സഹിച്ചിട്ട് അവന്മാരെ വെറുതെ വിടാനാ? അവന്മാർക്ക് എന്തെങ്കിലും പണി കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഇൻസ്പെക്ടറില്ലേ, അയാളെ പേരെന്താ? അയ്യോ, അതെ ഇയോ, അയാൾക്കിട്ട് കൊടുക്കണം. അയാളായിരുന്നല്ലോ ഉദ്ഘാടനം. അതിനെനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഒരു മാൻ മിസ്സിംഗ് കളി. നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു വിരട്ട്, അതിലയാൾ കൊടുക്കും. അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി. നീ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, ഞാനും ഉണ്ട് കൂടെ. പക്ഷേ മിനിയെ എനിക്ക് വേണം. ശരിയാ, അവളെ സ്നേഹിക്കുന്നു പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത്. ഇനി അവളെ സ്നേഹിക്കുകയും വേണം, അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം. നിനക്കതിന് കഴിയും? കഴിയും. എന്നാ നീ നിന്റെ വഴി നോക്കിക്കോ. മിനിയെ നിനക്ക് കിട്ടാനായി എന്തും ചെയ്യാൻ ഞാൻ റെഡി. ചാകാൻ വരെ ഞാനും റെഡി. എങ്കിൽ പിന്നെ അവൾ എന്റേതായിരിക്കും. ഒയ്യോ, അവന്മാരുടെ ആ പുകച്ചില് ഓട്ടമൊക്കെ കാണാൻ നിങ്ങളവിടെ ഇല്ലാതായി പോയല്ലോടാ എന്റെ. അയ്യോ, കുട്ടിച്ചായൻ ചെയ്തത് കറക്റ്റ്. കുട്ടിച്ചായൻ മിനി ഒന്ന് ദേഷ്യത്തിൽ നോക്കിയ പോലുമില്ല. കൊടുക്കേണ്ടോ മാർക്കിട്ട് കൊടുത്തു. അയ്യോ ചായനോ? അവന്മാർക്കിട്ട് ഞാൻ കൊടുത്തല്ലോ. എന്നാലും നമ്മുടെ പെങ്ങളെ തല്ലാൻ പോയില്ലേ? എടാ അയ്യോതെ, മരിക്കാൻ നേരത്ത് നമ്മുടെ അപ്പം പറഞ്ഞ് നീ മറന്നോടാ. എന്റെ രാജകുമാരിയാണ് അവള്. അവളെ നിങ്ങളും രാജകുമാരിയെ പോലെ തന്നെ നോക്കിക്കോണോന്ന് പറഞ്ഞ് നീ മറന്നോടാ. അയ്യോ, അതിന് നീ എന്തിനാടാ കരയുന്നത് പുല്ലേ? അവളെ വിളിച്ചൊന്ന് മാപ്പ് പറഞ്ഞാ പോരെ? ഞാൻ പറയും. അത്രേ ഉള്ളൂ കാര്യം. ഞാൻ വിളിക്കാം. എടി മിനിയേ. എടിയെ, ഈ ചായ നിന്നോട് ദേഷ്യപ്പെട്ടതൊക്കെ മറക്ക്. വേണ്ട, ഒന്നും പറയണ്ട. അങ്ങനെ പറയാതടാ. ഈ ചായന് മാപ്പ് തന്നില്ലെന്ന് പറഞ്ഞ സങ്കടമാ, വലിയ സങ്കടമാ. നീ എല്ലാം മറന്ന് ചിരിച്ചില്ലെങ്കിൽ വീട്ടിൽ ഒരു സുഖം ഉണ്ടാവൂല. ഒന്ന് ചിരിക്കടാ, ഒന്ന് ചിരിക്ക്. ഡാഡി, ഡാഡി, മിനിയാന്റെ ഇക്ലിട്ടാ മതി, ചിരിക്കും. ഞങ്ങൾ ഒന്ന് ഇക്ലിട്ട് തരട്ടെ? എന്തിട്ടെങ്കിലും ഒന്ന് ചിരിപ്പിച്ചതാടാ. വാടാ മിനി. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വഴിയിൽ വെച്ച് അങ്ങനെ പറഞ്ഞോന്റെ പേര് സുധീഷ് കുമാർ. സുധി എന്ന് വിളിക്കും. ആളെങ്ങനത്തോനാണെങ്കിലും എംകോമിന് ഫസ്റ്റ് ക്ലാസ്സാ. ഇപ്പൊ MBAക്ക് പഠിക്കുന്നു. എന്നിട്ടെന്താ, ഈയൊച്ചായൻ സ്റ്റേഷനിലിട്ട് ശരിക്കങ്ങ് കൊടുത്തു. അതിനേക്കാൾ കൂടുതൽ വർക്കിയും കൊടുത്തു. അടികൊണ്ട് പൊട്ടിയടത്തെ മരുന്ന് വയ്ക്കാനാ മണ്ടന്മാര് ചെന്നത് കുട്ടിച്ചന്റെ ഡിസ്പെൻസറിയിലാ. അവിടുന്ന് കിട്ടി ശരിക്ക്. ഇനി അടുത്ത കാലത്ത് ആരും മിനിയെ ശല്യപ്പെടുത്താൻ വരില്ല, അത് ഉറപ്പാ. ഇനി ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത് വരെ ഇവിടെയാണ് നിന്റെ താമസം. കൂടി വന്ന 2 days. എവിടെ? ലോഡ്ജ് ഉടമയും ജീവനക്കാരും ഒന്നും അറിയാതെ സൂക്ഷിച്ചോളണം. ഒന്ന് പിടിച്ചേ.
ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചോളാം. ഇവിടെ അങ്ങനെ ആരും വരാറില്ല. അഥവാ വന്നാൽ തന്നെ ദേ ഇതിന്റെ അടിയിൽ ഒളിച്ചോളണം. ഡാ ഇതിന്റെ അടിയിൽ ഒളിച്ചോളണമെന്ന് പറഞ്ഞത് കേട്ടാ. ഞങ്ങൾ പോക്കട്ടെ, വാ. എടാ അച്ഛനെ അധികം സങ്കടപ്പെടുത്തുകയും ചെയ്യരുത്. രാധു എടാ സൂക്ഷിച്ചോണേ. എന്ത് ചുമ്മാ പേടിപ്പിക്കാതെ പോടാ. വരട്ടടാ. എന്തൊക്കെയാണോ താൻ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരുടെ പരാതിയുടെ പുറത്താ താൻ ആ പിള്ളേരെ അറസ്റ്റ് ചെയ്തേ? 3 മണിക്കൂർ സ്റ്റേഷനിൽ കൊണ്ടിടിച്ചതിന് കോൺസ്റ്റബിൾമാർ സാക്ഷികളാ. താൻ എന്നിട്ട് എന്താ കേസ് രജിസ്റ്റർ ചെയ്യാൻ? ഇപ്പോഴതിലൊരുത്തനെ കാണുന്നില്ല, പോലീസ് മർദ്ദനത്തിൽ മരിച്ചതായി സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് തമ്പുരാൻ സാർ പരാതി തന്നിരിക്കുന്നത്. വലിയ പിടിപാടൊക്കെയുള്ള ഒരു കുഴപ്പക്കാരനാ അദ്ദേഹം. എവിടെയെങ്കിലും പോയി പയ്യനെ കണ്ടുപിടിച്ചോണ്ടോ എന്ന് കേസ് ഒതുക്കിയില്ലെങ്കിൽ തന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എവിടെയാണോ നിന്റെ കൂട്ടുകാരൻ രാധാമാധവൻ? എനിക്കറിയില്ല. എന്റെ അടുത്ത് വേലയും പറയണൊന്നും വേണ്ട, നിനക്കറിയില്ലല്ലേ? ഇല്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കണോ? എടാ ഒരു രാത്രി മുഴുവൻ തലകീഴായി കെട്ടിത്തൂക്കിട്ടാ നീ താനെ പറയും. അതെന്നെ കൊണ്ട് ചെയ്യിച്ച് അടങ്ങുമല്ലേ? പറയടാ അവനെവിടെ? തലകീഴായി കെട്ടിയിട്ട് നോക്ക്, പറയുമെന്നറിയാലോ. എടാ വേണ്ട, വഷളാക്കണ്ട. അന്ന് ഞങ്ങളെ തല്ലിയ കൂട്ടത്തിൽ സാറിന്റെ തല്ല് രാധുവിന്റെ തലക്കേറ്റു. രക്തം കട്ടിപിടിച്ച് അവൻ കുഴഞ്ഞു വീണു. ഉടൻ മരിക്കുകയും ചെയ്തു. ആര്? എന്ത്? എപ്പോ? രക്തോ? ജീപ്പിൽ എടുത്തുകൊണ്ടുപോയ മൃതദേഹം സാറ് കുഴിച്ചിട്ടോ അതോ ചുട്ടുകരിച്ചോ? എന്തുവാ? സുപ്രീം കോടതി വരെ ഞങ്ങൾ സാറിനെ കയറ്റി ഇറക്കും. വേണ്ടി വന്നാലേ ചുട്ടുകരിഞ്ഞ് അവന്റെ അസ്ഥിയും ഹാജരാക്കും. നീ ആള് വിചാരിച്ചതുപോലെ അല്ലല്ലോ. എവിടം വരെയൊക്കെ കയറി ചിന്തിച്ചത്? കൊള്ളത് തുറന്നു പറയാമല്ലോ. നമ്മളിങ്ങനെ വഴക്കിട്ട് നടന്നിട്ട് ആർക്കും ഒരു പ്രയോജനമില്ല. മറിച്ച് നമ്മൾ സുഹൃത്തുക്കളായിരുന്നാൽ എന്നെ കൊണ്ട് തനിക്ക് ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചുമ്മാ പറയില്ല. എന്താ ഫ്രണ്ട്സ് ആയിക്കൂടെ? സാറിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ റെഡി. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രണ്ട്സ്. നമുക്കൊന്ന് ചുറ്റാനൊക്കെ പോണം. ഹണ്ടിങ് ഇഷ്ടമാണോ? ഹണ്ടിങ് അതിനൊക്കെ പോയാലോ ജോളിയാകാൻ പറ്റൂ. അതിനു മുമ്പ് എനിക്ക് ആ രാധുവിനെ ESP മുമ്പിൽ ഒന്ന് ഹാജരാക്കണേ. അല്ലെങ്കിൽ കുഴപ്പ. അപ്പൊ ആ പ്രശ്നം ആദ്യം തീർക്കാം. സാറ് വിഷമിക്കൊന്നും വേണ്ട, അവൻ ചത്തിട്ടൊന്നുമില്ല. അത് പിന്നെ എനിക്കറിയത്തില്ലേ. തൽക്കാലം ഞാൻ അവനെ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. എവിടെ? അതെവിടെയാണ്? അത് എവിടെയാണെന്ന് സാറിന്റെ അപ്പാപ്പൻ വന്ന് ചോദിച്ചാ ഞാൻ പറയില്ല. പിന്നെയല്ലേ സാറ്. കുട്ടിച്ചായ ഞാനിപ്പോ സസ്പെൻഷനിലാവും. എടാ വർക്കി, ആ 3 പേരിൽ രാധു എന്ന് പറഞ്ഞ ഇപ്പൊ കാണുന്നില്ല. ഞാൻ തല്ലിയിട്ട് മരിച്ചാണെന്ന് പറഞ്ഞ അവന്റെ അച്ഛനൊരു പ്രൊഫസറുണ്ട്, അയാളിപ്പോ കേസ് കൊടുത്തിരിക്കുന്നു. വെറുതെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത് അവന്മാര് കളിക്കുക. ആ സുധി എന്ന് പറയുന്നത് ഞാൻ വിരട്ടി നോക്കി, അവൻ വരണമെന്നില്ല. ആ രാധു ഒരു സ്ഥലത്തുണ്ട്, അതെവിടെയാണെന്ന് നമ്മുടെ അപ്പാപ്പൻ ചോദിച്ചപ്പോലും പറയില്ലെന്ന്. അപ്പാപ്പന് പറഞ്ഞ അതും കേട്ടിട്ട് വന്നല്ലോ ചോദിച്ചാൻ ഇങ്ങോട്ട് തല്ലി ഓടിക്കണ്ടവനെ. മറ്റവരെ കാണാത്ത ടെൻഷൻ വേറെ, അതിനൊക്കെ ഇവരെ തല്ലാൻ പോണ. വേണ്ട, ചോദിച്ചാൻ തല്ലണ്ട, ഞാൻ കൊടുത്തോളാം. കൊടുക്കണവളാ വർക്കി. ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്താ ഈ നാട്ടില്? എടാ ചുമ്മാ അബദ്ധമൊന്നും കാണിക്കല്ലേ. മറ്റവനെ കാണാഞ്ഞിട്ട് ഞാൻ ആയി കുഴഞ്ഞിരിക്കുകയാണ്. ഇനി ഇവനെ കൂടെ കണ്ടില്ലെങ്കിൽ സർവത്ര കുഴപ്പമാവും. ഒരു കുഴപ്പമില്ല, ചോദിച്ചാന് പേടിയാണല്ലേ സകലം ഞാൻ ഏറ്റോളാം. ഇപ്പൊ അവൻ അപ്പാപ്പന് പറഞ്ഞിരിക്കുന്നു. അവനെ ജോലി പോവണ അങ്ങ് പോട്ടേന്ന്. കുട്ടിച്ചായ ഒന്ന് പറ. നിക്കണ വർക്കി, അവന്മാരവനെ പുറത്തു കൊണ്ടുവരുമോ നോക്കാം. പുറത്തു കൊണ്ടുവരാതെ ഈയോയുടെ ജോലിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ അവരുടെ കയ്യും കാലും തല്ലി ഒടിക്കാനൊന്നും നിക്കണ്ട. അങ്ങ് തട്ടിയേര്. ബാക്കി കാര്യം ഞാൻ ഏറ്റടാ. അതിന് നിനക്കെന്താ ടെൻഷൻ? ടെൻഷന്റെ അല്ല, ഇതൊക്കെ തുടങ്ങി വെച്ചത് നമ്മളല്ലേന്നൊരു കുറ്റബോധം. എങ്ങനെ? നമ്മളല്ലേ പോയി അടുത്തിരുന്ന് വർത്താനം പറയാനൊക്കെ പറഞ്ഞത്? അവര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ആഹാ, പെട്ടെന്ന് കയറി സ്നേഹിക്കുന്ന പെണ്ണാണെന്നൊക്കെ പറഞ്ഞതോ? ശരിയാ, ഞാൻ എപ്പോഴും ആലോചിക്കും എന്താ അങ്ങനെ പറഞ്ഞെന്ന്. വട്ടായിരിക്കും. എന്താടെ പേര്? സുധീഷ്. വിളിക്കുന്ന സുധീന്ന്. MCOMന് ഫസ്റ്റ് ക്ലാസ്സാ. ഇപ്പൊ MBAക്ക് പഠിക്കുന്നു. കൊള്ളാലോ. എന്ത് കൊള്ളാം? ഇയോച്ചായന്റെ കാര്യം ഓർക്കുമ്പോ സങ്കടം തോന്നുന്നു. ദേടി, ദേ വരുന്നു. ആര്? അയ്യോ, ദേ ഇങ്ങോട്ട് തന്നെ. വാ, നമുക്ക് പോവാം. എന്തിനാ? എനിക്ക് പേടിയാ. ഇനിയും വല്ലതും. നമുക്ക് പോവാം. വാ ശ്യാമേ. ഇങ്ങനെ പേടിച്ചോടന്ന് എന്നെ കിട്ടില്ല. നീ ഇവിടെ അങ്ങനെ നിക്ക്. വെറുതെ എന്തിനാ? നീ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ പോവാ. മിനി,
ഉപദ്രവിക്കാനും കൊല്ലാനും ഒന്നും വന്നതല്ല. ഒരു തെറ്റ് ചെയ്തു പോയി. അതിന് നേരിട്ട് വന്നൊന്ന് മാപ്പി ചോദിക്കണമെന്ന് കരുതി വന്നതാ. അതിനെന്തിനാ ഇങ്ങനെ പേടിച്ചോടുന്നേ? 2-3 ഇടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, പരസ്പരം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രയല്ലേ ഉള്ളൂ മിനിക്ക് എന്നോടുള്ള പരിചയം. പക്ഷെ ഞാനൊരു1000 വട്ടം മിനിയെ അല്ലാതെ കണ്ടിട്ടുണ്ട് എൻ്റെ സ്വപ്നത്തിൽ. എന്നാൽ ഒരിക്കൽ പോലും മിനിയുടെ മുമ്പിൽ ഒരു ശല്യമായി വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പെട്ടെന്ന് അറിയാതെയാണെങ്കിലും അന്ന് ആ റെസ്റ്റോറൻറ്റിൽ മിനി എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അടുപ്പത്തിൽ വർത്താനം പറയാനൊക്കെ പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നതൊക്കെ ഞാനങ്ങ് കയറി ഭ്രമിച്ചു പോയി. അതാ പെട്ടെന്ന് ഒരാൾ എൻ്റെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു പോയത്. പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും പറയരുതായിരുന്നെന്ന് പിന്നീട് തോന്നി. അതിന് മനസ്സ് മുഴുവൻ തുറന്ന് ഞാൻ മാപ്പ് ചോദിക്കുക. മാപ്പ്. നന്നേ. കൂട്ടുകാരനെ എവിടാ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? ഇനി ഇങ്ങനൊന്നും വേണ്ട. അന്ന് അടുത്ത് വന്നിരുന്നതിനും വർത്താനം പറഞ്ഞതിനും ഞാനും മാപ്പ് ചോദിക്കുക. വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നേര്. എന്നിട്ട് എല്ലാം മറന്നേര്. എല്ലാം. ഞാൻ ചെയ്ത തെറ്റിന് നിരപരാധികളായ എൻ്റെ കൂട്ടുകാർക്കും കിട്ടിയ ഒരുപാട് ശിക്ഷ. അതിൻ്റെ ദേഷ്യം അവർ തീർക്കുമ്പോൾ വേണ്ടാന്ന് പറയാൻ എനിക്കെങ്ങനെ പറ്റും? എന്നാലും മിനി പറഞ്ഞുകൊണ്ട് ശ്രമിച്ചു നോക്കാം പരമാവധി. പിന്നെ എല്ലാം മറക്കണമെന്ന് പറഞ്ഞില്ലേ, മറക്കാം. എൻ്റെ വാശിയും എൻ്റെ വൈരാഗ്യം ഒക്കെ ഞാൻ മറക്കാം. പക്ഷേ പഴയ ജന്മത്തിൽ എന്നോ കണ്ട് കൊതി തീരാത്തൊരു മുഖമുണ്ട്. ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും. എടാ ഗോവിന്ദ, നീ 15-ാം നമ്പർ റൂം ക്ലീൻ ചെയ്താ? എടാ ഈ മുറിയിലെ കട്ടിലെടുത്ത് 15-ാം നമ്പർ മുറിയിലിട്ടിട്ട് അവിടത്തെ കട്ടിലെടുത്ത് ഇവിടെ ഇടാനല്ലേ മൊലാളി പറഞ്ഞത്? അതെ. എന്നാ പിടിച്ചോ. പിടിക്കാം. നിങ്ങളായിരുന്ന പോക്കിരിത്തരം കാണിക്കുന്നു. മനുഷ്യന്റെ ചങ്ക് പറഞ്ഞ പോലെ പണിയെ പോലെ കാണിച്ച് മതി മതി തൊലിക്കൽ നിർത്തിയിട്ട് കാര്യം പറ. എന്തായി സംഭവം? എന്തായി? ഒന്നും ആകാനില്ല. മാൻ മിസ്സിംഗ് കളി അവസാനിക്കുന്നു, നീ പുറത്തിറങ്ങുന്നു. അതെന്താ? നിന്നെ പുറത്തു കൊണ്ടുവരാൻ മിനി വന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഈയോടെ സസ്പെൻഷനോ? അതിന് വേണ്ട. മിനി വന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല. അത് പൊനാങ്കി പോയി പറഞ്ഞാ മതി. ആ ഈയോക്ക് സസ്പെൻഷൻ കിട്ടാതെ ഞാൻ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അതല്ലടാ, സസ്പെൻഷൻ ആയ എനിക്ക് മിനിയുടെ മുഖത്ത് നോക്കാനേ പറ്റില്ല. സസ്പെൻഷൻ ആകുന്നില്ലെങ്കിൽ നാളെ മുതൽ മിനി എന്റേതാ. ഒന്ന് പോടാവേ. ആ പെണ്ണ് വന്ന് 2 പുന്നാര വാക്ക് പറഞ്ഞപ്പോ നീ അങ്ങ് മാറിപ്പോയോ? എടാ, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് പറ്റിക്കും. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അയ്യോ ഒന്ന് സസ്പെൻഡ് ചെയ്യിക്കണം. നമുക്ക് എത്ര ഇടിയാടാ കിട്ടിയത്? മിനി എനിക്ക് കിട്ടാനായി എന്തും ചെയ്യാമെന്ന് വാക്ക് തന്നതാ നീ. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്താ നാളെ മുതൽ മിനി എന്റേതാ. ഉറപ്പാണോ നിനക്ക്? ഉറപ്പാ. 100%? 100%. എന്നാ വാക്കുക? വാക്ക്. മിനിയെ നിനക്ക് കിട്ടുമല്ലോ? കിട്ടും. എന്നാ റെഡി? Come along, my little children! Come on! ഇതാ ഞാൻ വക്ക വേണ്ട. അമ്മച്ചി, എന്താടാ അയ്യോ, എന്താ കാര്യം? എന്റെ അമ്മച്ചി മല പോലെ വന്നത് എലി പോലെ പോയി. സസ്പെൻഷന് പകരം പ്രമോഷൻ കിട്ടുന്ന ലക്ഷണമാണ്. അതെന്താടാ? ഇയോന്റെ അടുത്ത് കളിച്ചാ കളി മാറുന്ന അവന്മാർക്ക് മനസ്സിലായി. ഏതവന്മാർക്ക്? അമ്മച്ചി, ഞാൻ തല്ലിയിട്ടടുത്ത് ചത്തുപോയില്ലേ? അവനെന്ന് എസ് പിയുടെ മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു. തല്ലല് പോട്ട് ഞാൻ അവനെ തൊട്ടുപോലും ഇല്ലെന്ന് അവൻ എഴുതി കൊടുത്തു. പേടിച്ചു പോയി. അവന്റെ തന്തയാണെങ്കിൽ പരാതിയും പിൻവലിച്ച് മാപ്പം പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുകയാണ്. ഇൻസ്പെക്ടർ ഈ ആരാണെന്ന് അവർക്ക് പിടികിട്ടി. ഏതായാലും 2 ദിവസത്തെ ഉറക്കം പോയി. ലമ്മച്ചി, ഓ, ഉറക്കം നിന്റേതേ പോയുള്ളൂ. ഈ ചെറിയ കാര്യത്തിന് ഇവിടെ ആരുടെ ഉറക്കമൊന്നും പോയില്ല. പൊണ്ണത്തടിയനാണെങ്കിലും നീ ഒരു പേടിച്ചൂറിയായി പോയല്ലേ എന്റെ അയ്യോ. എന്റെ ഷോളിങ് തന്നെ പേടിച്ചൂടെ ഷോൾ അമ്മച്ചിട്ടുണ്ടാ? കിടക്കുന്നു എന്റെ ഷാള്. നിന്റെ കെട്ടിയോ കൊണ്ടുകൊടു. പേടിച്ചു തൂറി. ഓ, ചെവി കേക്കണ്ട. കൊണ്ടുപോ പിള്ളേരെ എവിടുന്ന്. എന്റെ സാധനങ്ങളൊക്കെ
അന്ന് കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നതിന് ഒരു നന്ദി പറയാൻ ഞാൻ പലയിടങ്ങളിൽ അന്വേഷിച്ചു. ഇപ്പോഴാ കാണുന്നേ. താങ്ക്സ്. പോട്ടെ. ഇത്തിരി ദൂരം ഞാനും വന്നോട്ടെ? എന്തിനാ? വെറുതെ. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഞാനും വരും. വരൂ. വീട്ടിലൊരു കൊച്ചു കുഞ്ഞാണെങ്കിലും മിനി ഇപ്പോ ബികോം ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു മുതിർന്ന പെണ്ണാ. വരൂ. തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടെന്ന് വെക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു ഗ്രോൺ അപ്പ് ഗേൾ. വരൂന്നേ. ഒരിക്കൽ മിനി കേൾക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ഇഷ്ടം ഉറക്കെ പറഞ്ഞതാ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണെന്ന്. അതിൻ്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ മറുപടി എന്നാണെങ്കിലും മിനി പറഞ്ഞേ തീരൂ. അതിപ്പോ പറയണം. അയ്യോ, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലാന്ന് തന്നെ തറപ്പിച്ച് പറയാം. പറ. എന്നോട് അങ്ങനൊന്നും ചോദിക്കണ്ട. ഞാൻ പോവാ. നിക്ക്. മിനി ഇപ്പൊ എന്റെ മനസ്സിന്റെ കടുത്തൊരു വേദനയാ. ആദ്യം കണ്ട നിമിഷം മുതലേ മനസ്സിനെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരു വല്ലാത്ത വേദന. താങ്ങാൻ പറ്റുന്നില്ല. മിനി ഇപ്പൊ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ വേദന അങ്ങ് പോവും. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും അതങ്ങ് പോവും. മറക്കാലോ എല്ലാം. പറ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല. അപ്പൊ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അയ്യോ വേണ്ട. എന്നാ ഇഷ്ടമല്ലെന്ന് വിശ്വസിച്ചോട്ടെ? എന്തിനാ ഇങ്ങനെയൊക്കെ? അപ്പൊ ഇഷ്ടമല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ശരി, ഇഷ്ടമല്ല. ഞാൻ പോവാ. വേണ്ട, പറഞ്ഞിട്ട് പോയാ മതി. നാളെ പറഞ്ഞാ മതിയോ? മതി. നിക്ക്. നാളെ കളവ് പറയരുത്. ഇന്നൊരു കളവ് പറഞ്ഞു. എന്നെ അന്വേഷിച്ചിട്ട് കണ്ടില്ല എന്ന്. ഇന്നലെ മറഞ്ഞു നിന്ന് എന്നെ നോക്കിയത് ഞാൻ കണ്ടു. ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ മനസ്സ് ഞാൻ അറിയുന്നുണ്ട്. എങ്കിലും നാളെ ഞാൻ കാത്തു നിൽക്കും. ആരാ എന്റെ മോടെ മനസ്സിനെ വേദനിപ്പിച്ച്? അമ്മച്ചി പറയുന്നു, കുട്ടികൾ പറയുന്നു, എല്ലാരും പറയുന്നു, 3-4 ദിവസമായി നിന്റെ മുഖത്തൊരു വാട്ടമെന്ന്. ഇല്ല. കളിയില്ല, ചിരിയില്ല, തമാശയില്ല, ഒന്നുമില്ല. ഇവിടെ ആരാ എന്റെ മോടെ മനസ്സിനെ വേദനിപ്പിച്ച്? പറ. ഒന്നുമില്ല കുട്ടിച്ചായ. ഈ കൊച്ചിച്ചാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ? ആരും ഒന്നും ചെയ്തില്ല. പിന്നെന്താ മോൾ ഇങ്ങനെ? ഒന്നുമില്ല കുട്ടിച്ചായ. നീ ഈ വീട്ടിലെ വിളക്കാണ് മോളെ. അതണഞ്ഞ ഇരുട്ടിലായി പോവും. ചുമ്മാ എല്ലാവർക്കും ഓരോന്ന് തോന്നുക. എനിക്കൊന്നുമില്ല. ആരും ഒന്നും ചെയ്തുമില്ല. ആ ശരിയാ, അവക്കൊന്നുമില്ല. എല്ലാരും കൂടെ പുന്നാരിച്ച് അവളെ വിഷമിപ്പിക്കാതെ. മതി, ഇങ്ങോട്ട് പോര്. വാ പിള്ളേരെ. നടക്ക. അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഷോള് ഞാൻ തിരിച്ചു വാങ്ങിച്ചതുകൊണ്ടാണെങ്കിൽ അത് അന്ന് രാത്രി തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു. അതൊന്നും അല്ല അയ്യോ ചായ. അപ്പൊ അതല്ലല്ല. അല്ല. കർത്താവാണ്, എന്റെ അമ്മച്ചിയാണ്, എന്റെ ഇച്ഛന്മാരാണ്. ഞാൻ വഴി പിടിച്ചു പോവില്ല. സത്യം. വേണ്ട. മിനി വന്നില്ല, ഇനി വരികയില്ല. എന്തേ? എന്തിനാ അവളെ കാണാനാ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? വഴിയിൽ വന്ന് നിൽക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ
അവള് നീണ്ട അവധിയെടുത്തത്. ആരുടെയും മുഖത്ത് നോക്കി എതിർത്തൊന്നും പറയാൻ അവൾക്കാവില്ല. അതുകൊണ്ടാണ് എന്നോട് ഈ കാര്യം പറയാൻ പറഞ്ഞത്. നിങ്ങളെ അവൾക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് അവളെ കിട്ടുകയില്ല. ഈ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കില്ല. എനിക്കറിയാം മിനിക്ക് എന്നെ ഇഷ്ടമാണ്. ഷീ ലവ്സ് മീ. അവള് പാവാ, സൂക്ഷിച്ചാ ജീവിക്കണേ. ഇപ്പോ അവളായിട്ട് ഒഴിഞ്ഞു മാറുക. ഇനി ശല്യമാകരുത് അവൾക്കും അവളുടെ കുടുംബത്തിനും. പറഞ്ഞേക്കാം. എടാ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ അവളെ വിശ്വസിക്കരുതെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? സമാധാനായില്ലേ? എടാ കള്ളിയാണ് അവള്, ഭയങ്കര കള്ളി. ആ ഇയൊക്കൊരു സസ്പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ അതെങ്കിലും ആയനെ. ഇപ്പൊ കഷ്ടത്തിലിരിക്കണ പോവുകയും ചെയ്ത് ഉത്തരത്തിലിരിക്കണ കിട്ടിയില്ല. കിട്ടിയില്ലാന്ന് പറയാൻ പറ്റില്ല. കുറെ ഇടി കിട്ടിയില്ലേ? അന്ന് എന്തൊരു ബഹളായിരുന്നു ഇവൻ. മിനി പറഞ്ഞു ഓലക്ക. ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അതങ്ങോട്ട് വിട്ടേരി. നമുക്ക് വേറൊരു ലവ് അല്ല വെള്ളി നോക്കാം. എന്റെ പെണ്ണാവള്. അവക്കെന്നെ ഇഷ്ട, എന്നെ മാത്രം. എനിക്ക് അവളെയും. ഭ്രാന്താണ് നിനക്ക്, ഭ്രാന്ത്. അവളെ നിനക്ക് കിട്ടില്ല. അവളെ നല്ല അവളുടെ രോമം പോലും നിനക്ക് തൊടാൻ പറ്റില്ല. അവള് നിന്നിട്ട് പറ്റിക്കടാ. എന്താ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട. ഞാൻ പറഞ്ഞ നേരെ തന്നെയാ. നിനക്ക് അവളെ കിട്ടില്ല. നാളുകൾ ഒരുപാട് കഴിഞ്ഞു. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അറിഞ്ഞേ തീരൂ. പറയാൻ വിഷമമാണെങ്കിൽ ഒന്ന് എഴുതിക്കൂടെ? ഈ അഡ്രസ് ഒന്ന് മനസ്സിൽ കുറിച്ചിടുക. ഐ ലവ് യു, സ്തുതി, കെയർ ഓഫ് കേണൽ നായർ. നീ ഒരു തെറ്റും ചെയ്യില്ലെന്നറിയാം, ഒരിക്കലും കളവ് അറിയില്ല എന്നറിയാം. എങ്കിലും ചോദിച്ചു പോവാണ്, നീ പറഞ്ഞിട്ടാണോ അവനോട് വന്നേ? നീ പറഞ്ഞിട്ടാണോ അവനോട് വന്നേ? വേണ്ട, ഒന്നും പറയണ്ട. മനസ്സിലായി, ഒക്കെ മനസ്സിലായി.
എനിക്കുണ്ടോ ഒരു പെങ്ങള്? എന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് അവള്. കുറെ നാളായിട്ട് എന്റെ പെങ്ങടെ പുറകെ നടക്കായിരുന്നുവൻ. വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ട് ആരുമില്ലാത്ത നേരത്ത് വീടിനകത്ത് കയറി വന്ന് ഈ എഴുത്തിട്ട് കൊടുത്തിരിക്കുന്നു അവളുടെ മുമ്പിലോട്ട്. ഈ എഴുത്തും കൊണ്ട് എന്റെ പെങ്ങൾ എന്റെ അടുത്ത് വന്ന് ഇവന്റെ ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? വന്ന് ഇവനെ തടവി കൊടുക്കണോ? പറ. തീർന്നിട്ടില്ലടാ, വെച്ചിട്ടുണ്ട് നിനക്ക്. അവനെ ഹോസ്പിറ്റലൈസ് ചെയ്യണം. വേണ്ട വേണ്ട, ആരും തൊടണ്ട, കൊണ്ടുപോയിക്കോളാം. എന്തൊക്കെയാണ് ഈ കേട്ടെ? എടാ, ഇപ്പൊ ഇവിടെ വെച്ച് നീ സത്യം ചെയ്യണം. ആ പീറപ്പെണ്ണിനെ കാണില്ല, ഓർക്കില്ല, ഇഷ്ടപ്പെടില്ല എന്ന് സത്യം ചെയ്യടാ സുധി. എടാ, ആ വർക്കി പറഞ്ഞതൊക്കെ കള്ളവാ. ആയിക്കോട്ടെ, എന്നാലും ചെയ്യടാ സത്യം. സത്യം ചെയ്യാനല്ലേ പറഞ്ഞത്? എടാ, സത്യം ചെയ്യാൻ. എന്റെ മിനിയെ ഞാനിനി കാണില്ല, ഓർക്കില്ല, ഇഷ്ടപ്പെടില്ല. സത്യം. രാധു, അച്ഛനെ ഒന്ന് വിവരം അറിയിക്കണം. ഒന്ന് വരാൻ പറ, എനിക്കൊന്ന് കാണണം. അച്ഛൻ വരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത് മിനിയുടെ ചേട്ടനാന്നുള്ള കാര്യം പറയണ്ട. എന്താ എന്താ പറഞ്ഞാല്? ഒക്കെ അവസാനിച്ചതല്ലേ, വീണ്ടും എന്നിട്ട് കുത്തിപ്പൊക്കണം. ഹലോ, ഞാൻ സുധിയുടെ ഫ്രണ്ടാ, രാധാമാധവൻ. ആ, എങ്ങനുണ്ട്? സുഖമല്ലേ? അതെ, പിന്നെ സുധിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ പ്രത്യേകിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ആ, അത്രേ ഉള്ളോ? പേടിച്ചു പോയല്ലോ. ഞാൻ ഉടനെ വരാം. What do you want? Who are you? രഘുപാൽ. നിക്കണ അവിടെ. അയ്യോ, കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മിസ്റ്റർ കേണലല്ലേ? അപ്പൊ ആദ്യം കാണുക. ആളെ മനസ്സിലായില്ല കേട്ടോ, ക്ഷമിക്കണം. പൊക്ക, എത്ര നേരം വേണമെങ്കിലും പൊക്ക. ആദ്യം പിടിച്ച് വലിക്കല്ലേ പ്ലീസ്. എന്റെ പൊന്നു കാണലല്ലേ, വലിക്കല്ലേ വലിക്കല്ലേ. അയ്യോ, ചതിക്കല്ലേ. അങ്ങനെ സുധിയുടെ അച്ഛനാത്. സുധിയുടെ അച്ഛനാ. അതെയോ? ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കാണുന്നത് ആദ്യമായിട്ടാ. അതങ്ങ് മാറ്റി, അതങ്ങ് മാറ്റി. അവിടെ വെക്കണോ? അത് സാരമില്ല. How are you? Fine. How are you? I am also fine. Carry on, carry on. Thank you very much. ആ വട്ടനാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു തോട്ടക്കാരനാണെന്ന്. ഇപ്പൊ സംഗതി കുഴഞ്ഞാന്. ആ, സുധി എവിടെ? അകത്തുണ്ടല്ലോ, കാണട്ടെ. മോനെ തല്ലിയതാ കുറെ പേര്. ആരൊക്കെയാണ് നിന്റെ ദേഹത്ത് കൈവച്ചത്? പറയാൻ വേണ്ടച്ച, തെറ്റ് എന്റേതാ, അതിനുള്ള ശിക്ഷയാ. അച്ഛൻ എന്നോട് ഒന്നും ചോദിക്കരുത് ഒരിക്കലും, പ്ലീസ്. ഒക്കെ മറക്കണം എനിക്ക്. ആരെയാ കാണിച്ചത്? വേദനയുണ്ടോ? സാരമില്ല, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. വേണ്ട, അമ്മ ഇപ്പൊ എന്നെ ഇങ്ങനെ കാണണ്ട. അമ്മയോടൊന്നും പറയുകയും ചെയ്യരുത് അച്ഛൻ. പറയോ? അച്ഛാ, ഇതൊക്കെ ശരിയായിട്ട് പഠിപ്പിച്ച് ഞാൻ തിരിച്ചു വരിക. അമ്മയുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറയൂ അമ്മയോട്. എന്താ മോനെ ഇത്? അമ്മ നിനക്കറിഞ്ഞൂടെ? നിന്റെ ഇഷ്ടമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അമ്മയ്ക്കും അച്ഛനും പഠിക്കാൻ മോൻ ആഗ്രഹിച്ചല്ലേ, പഠിച്ചോ, ഒക്കെ ഭേദമാകും. എന്നാലും എന്റെ മോനെ ഇങ്ങനെ തല്യവന്മാരെ. വേണ്ട അച്ഛാ, അതിനെപ്പറ്റി ആലോചിക്കുക പോലും വേണ്ട.
നിക്കവിടെ നിക്കവിടെ. ഞങ്ങളുടെ കൂട്ടുകാരനെ തല്ലി ചതച്ചകത്തിട്ടപ്പോ നിനക്ക് കോളേജിൽ പോകുന്നായി അല്ലേ? അവൻ എന്ത് തെറ്റാ ചെയ്തത് പറ? വർത്തമാനം പറയാനായിട്ട് വന്നിരുന്നെന്ന് നീയല്ലേ? നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി കെഞ്ചിയതും നീയല്ലേ? ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും തുറന്നു പറയണമെന്ന് അവൻ പറഞ്ഞല്ലേ നിന്നോട്? എന്റെ അന്നൊന്നും മിണ്ടിയില്ല. കത്ത് കൊണ്ടെത്തന്ന് ഇഷ്ടമായില്ലെങ്കിലേ അന്തത്തോടെ മുഖത്തെറിഞ്ഞു കൊടുക്കണമായിരുന്നു, ഇല്ലെങ്കിൽ വാ തുറന്ന് പറയണമായിരുന്നു. കുറെ ചേട്ടന്മാർ ഇവർക്കൊരു ഗുണ്ടകളുണ്ടെന്ന് കരുതി പട്ടിയെ തല്ലുന്നോട് തല്ലിക്ക. സുധിയുടെ അച്ഛൻ എന്റെ മോന്റെ ദേഹത്ത് തൊട്ട് പറയടാ. ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം, പറയടാ. അയ്യോ, ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, സത്യമായിട്ടും അറിയില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളെ കൊണ്ട് ഞാനത് പറയിക്കും. എന്നിട്ട് കൊല്ലം ചേരാന്മാരെ. നിങ്ങൾക്ക് അറിയാടാ, അറിയാം. എന്നാലും എന്റെ പൊന്നുമോനെ തല്ലിച്ചതയ്ക്കുന്നത് നോക്കി നിന്നല്ലോടാ നിങ്ങള് കൂട്ടുകാര്. കേട്ടല്ലോ എല്ലാം. ആ മനുഷ്യന്റെ ഒറ്റ മോനാ. തല്ലിയതാരാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്റെ 3 ചേട്ടന്മാരെ അരിഞ്ഞു നുറുക്കുമാച്ചൻ. അതിനുള്ള കഴിവുണ്ട്, തന്റെ ഇടവുണ്ട്. പൊയ്ക്കോ, ഒരു സുഖമായിട്ട് പഠിച്ചോ. വഴിയിലൊരു ശല്യമായി ഇനി ഒരിക്കലും ഞങ്ങളുടെ സ്തുതി വരില്ല. അവന്റെ ഉള്ളിൽ ഇപ്പോഴും എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ തല്ലിയതാരാണെന്ന് അച്ഛനോട് പറയില്ലെന്നും പറഞ്ഞവൻ കെഞ്ചിയത്. ആ അച്ഛനോട് പറയാൻ പറ്റാത്തൊരു സങ്കടമുണ്ട്, ഒരിക്കലും തീരാത്ത സങ്കടം. വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. കേൾക്കണം പ്ലീസ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒക്കെ മറന്നതാ ഞാൻ. ഇനി ഒന്നും ഓർക്കാൻ ആഗ്രഹമില്ല, ഓർക്കുകയില്ല. എനിക്ക് പറയാനുള്ളത്. നിനക്ക് എന്താ പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ആ എഴുത്ത് ഇച്ചായന്റെ കൈ കൊടുത്തതല്ല, ഇച്ചായൻ എങ്ങനെയോ കിട്ടിയതാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കരുതിയില്ല. ഐ എം സോറി എന്നൊക്കെ പറയാനല്ലേ? അല്ല, പിന്നെ എനിക്ക് സുധിയെ ഇഷ്ടമാണെന്ന് പറയാൻ വന്നതാ ഞാൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. സത്യമാ ഞാൻ പറഞ്ഞേ. എനിക്കിഷ്ടമാ സുധിയെ. എന്നാ എന്നെ കൊണ്ടുപോകാവോ നിന്റെ ഇച്ചായന്മാരുടെ അടുത്തേക്ക്? എന്നിട്ട് ഉറക്കെ പറയാമോ അവരോട് എന്നെ ഇഷ്ടമാണെന്ന്? പറയാമോ? അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ആവില്ലെന്ന് തോന്നുന്നേ. എന്നാ അധികം സംസാരിക്കാതെ ഇറങ്ങി പോയെന്റെ മുമ്പിൽ നിന്ന്. മനസ്സിൽ കുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സുധി തന്ന ഈ വീട്ടിലെ അഡ്രസ് ഞാൻ മറന്നില്ലല്ലോ. യെസ് അല്ലെങ്കിൽ നോ എന്ന് എഴുതേണ്ടി വരും എന്നേ അപ്പൊ തോന്നിയുള്ളൂ. ഇതുപോലെ വരേണ്ടി വരുമെന്ന് കരുതിയേയില്ല. ഞങ്ങളുടെ രീതി വേറെ, സുധിയുടെ രീതി വേറെ. ഒരുമിച്ച് ചേരാൻ ബുദ്ധിമുട്ടാ, അറിയാം. എത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാലും ഒരുമിച്ച് ചേരണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അല്പനാളുകൾ കഴിയുമ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുന്ന നേരത്ത് മെല്ലെ ഇച്ചായന്മാരോട് പറയണമെന്ന് കരുതി. ആദ്യമൊക്കെ കുറച്ച് ബഹളം ഉണ്ടാക്കിയാലും ഒടുവിൽ അവർ സമ്മതിക്കും. എന്റെ വിശ്വാസം അത്. അല്ലാതെ സുധി പറഞ്ഞതുപോലെ വലിച്ചോണ്ടുപോയി ഉറക്കെ പറയാനൊന്നും എനിക്കാവില്ല. സുധിക്ക് പിന്നെ ഇഷ്ടമല്ലെങ്കിൽ സാരമില്ല, ഞാൻ പൊയ്ക്കോളാം. പോട്ടെ, പോവാ. എന്തിനാ അവളിവിടെ വന്നത്? എടാ, എന്തിനാ അവളിവിടെ വന്നതെന്ന്?
പുതിയ എന്തെങ്കിലും ട്രാപ്പ് ആയിട്ടാണോ വന്നത്? അല്ല, പിന്നെ പറയടാ. അവക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ. അങ്ങനെ പറഞ്ഞു അവള്? പറഞ്ഞു. ഒരു വട്ടമല്ല, പലവട്ടം പറഞ്ഞു. കരഞ്ഞോണ്ട്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ? ഞാനെന്ത് പറയാൻ? നിങ്ങളല്ല എന്റെ കയ്യിൽ നിന്ന് വാക്ക് വാങ്ങിച്ചത്. അവളെ കാണരുത്, ഓർക്കരുത്, ഇഷ്ടപ്പെടരുത് എന്നൊക്കെ. ആ വാക്ക് ഞാൻ പാലിച്ചു. അവൾ പോയി. വാടാ. പറഞ്ഞത് നേരാണോ? എന്ത്? അവനെ ഇഷ്ടമാണെന്ന്. നേരാ. എങ്കിലാ ഇഷ്ടമൊന്ന് കാണിക്കാൻ പറ്റുമോ? എങ്ങനെ? ഈ ബൈക്കിന്റെ പിറകിലോട്ടൊന്ന് കയറ്. എന്തിനാ? അവന്റെ മുമ്പിലോട്ടോണ്ട് ഇട്ടു കൊടുക്കാൻ, എന്നിട്ട് പറയാൻ ദേനടാ നിന്റെ പെണ്ണെന്ന്. കയറ്. പലവട്ടം കരഞ്ഞോണ്ട് പറഞ്ഞു എന്നൊക്കെ അവൻ പറഞ്ഞു. അത്രത്തോളൊന്നും വേണ്ട. ഒരിക്കൽ കൂടെ, ഞങ്ങളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാ. ഒരിക്കൽ കൂടെ ഒന്ന് പറയാവോ? ഇഷ്ടമാണോ ഞങ്ങളുടെ സുധിയെ? ഇഷ്ടവാ. ദേനടാ നിന്റെ പെണ്ണ്. ഈ മിനി പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ വാക്കും വാക്കിനോടൊപ്പം വാങ്ങിയ മണ്ണാങ്കട്ടയും കാറ്റിപ്പറത്തിരിക്കുന്നു. ഇനി നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർക്കുകയോ തുടങ്ങുകയോ ചെയ്യാം. വല്ലതൊക്കെ പറയടാ. സ്നേഹവും ഇഷ്ടമൊക്കെ മനസ്സിൽ നിന്നുണ്ടാവണം. സത്യസന്ധമായിരിക്കണം. എന്നും നിലനിൽക്കുന്നതായിരിക്കണം. വെറുതെ പറഞ്ഞ് പറ്റിക്കരുത്. സുധിക്ക് നന്നായിട്ട് അറിയാലോ എന്നെ. പറ, സുധി തന്നെ പറ. ഞാൻ പറ്റിക്കോ സുധിയെ? പറ. ഒരിക്കലും. ഞങ്ങള് പോണോ? പോണെങ്കി പോകാം. നിക്കണേ നിക്കാം. പോണോ? നിക്കണോ? പോണോ? എന്തെങ്കിലും ഒന്ന് പറ എന്റെ സുധി. മിനി പറയട്ടെ. ഞാനെന്ത് പറയാൻ? ഞാനെന്ത് പറയാൻ? ഇത് എന്ത് റൊമാൻസ്? നീ ധൃതി കൂട്ടല്ലേ. അതൊക്കെ പതുക്കെ വരും അല്ലേ? ശരിയാ, പതുക്കെ വന്നോളൂ. തലമ്പട് തലമ്പട് തലമ്പട്. സ്വപ്നമാണോ സത്യമാണോ നടക്കുന്നതെന്ന് വേർതിരിച്ചറിയാൻ പറ്റണില്ല. അതെന്താ? ആ, എന്തോ പോലെ. പോകാൻ നേരമായി സുധി. ഞാൻ പൊക്കോട്ടെ. ഇനി ദിവസവും കാണുമോ? എവിടെ വെച്ച്? സുധി പറയുന്നിടത്ത് വെച്ച്. നദിയുടെ വടക്കേ അറ്റത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് കാണാം. അത് ഏത് സ്ഥലമാടാ സുധി? നമ്മളെ പഴയ വള്ളം കിടക്കുന്ന സ്ഥലമാണോ? അതെ അതെ, അവിടെ തന്നെ. ഇങ്ങ് പോരെ. ആ, അത് മതി. അവിടെ ആകുമ്പോ സേഫാ. നമുക്ക് അവിടെ വെച്ച് കണ്ടാ മതി. നമുക്ക് കാണണ്ട, ഞങ്ങൾ തമ്മിൽ കണ്ടോളാം. എന്ത് ഞങ്ങളും നിങ്ങളും? മിനിക്ക് പോവാൻ നേരമായി. ബസ് സ്റ്റോപ്പ് വരെ ആരാ കൊണ്ടുവിടാം? ഞാൻ എങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ തന്നെ തിരിച്ചു കൊണ്ട് വിട്ടോളാം. അതുപോലെ പൊനാങ്കി പോയി പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് നീ കൊണ്ടുവന്നു. ഇനി എന്ത് ചാൻസ്? ചാൻസോ? എന്ത് ചാൻസ്? മിനി പപ്പുവ നില്ല്. മിനി വരൂ. ഇത്ര ആധികാരികമായിട്ട് വിളിക്കാൻ നിന്റെ ആരാ ഇവള്? എന്റെ പെങ്ങളാ. എന്താടാ പെങ്ങളെ പേര്? ശ്യാമള. എന്താ നിന്റെ പേര്? കോമളൻ. ഓഹോ, ഇതാരാടാ നിന്റെ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. നേരാണോടി? എടി നേരാണോ ഒന്ന്? ഇനിയിപ്പൊ എന്റെ പെണ്ണിനെ ആരും പിടിച്ചു പറിക്കണ്ട. ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാം. വാ. ഇതിനാണോടാ മക്കളെ പോലെ കരുതി ഞാൻ നിന്നെയൊക്കെ ഇവിടെ താമസിപ്പിച്ചത്? ഈ സുധി ഒരു കഷ്ടകാലം പിടിച്ചവന്. എവിടെ ചെന്നാലും ഉടക്ക. പറയടാ, എങ്ങനെ തോന്നിയിടാ നിനക്കൊക്കെ എന്റെ വീട്ടിനകത്ത് വെച്ച്? ഞാൻ പറയണ്ട. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ. അടുത്ത മാസം കല്യാണം നടത്തണമെന്ന് ആഗ്രഹം. അങ്കിള് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. How do you do? I am retired Colonel R.C. Nair. All the best wishes to you. ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടണം. നേരം പോയി. Oh yes, carry on. Please.
They are in love. They are going to marry also. ഞാൻ വിചാരിച്ചു മറ്റെന്തോ പരിപാടിയാണ്. അവരിപ്പോ എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും? അതൊന്നും സാരില്ലെങ്കിൽ. ദേ നോക്കിയേ, നല്ല ചേർച്ചയാ. They are lovebirds. They are going to fly. ഇവിടം വരെ മതി. ഇനി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോയിക്കോ. റോഡിലിറങ്ങിയാൽ ചിലപ്പോൾ പോലീസ് ജീപ്പ് വന്നെന്നിരിക്കും. നിക്ക്, ഞാൻ അയച്ചു തരാം. കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വന്ന് കണ്ടോട്ടെ. എപ്പോ എവിടെ വെച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. തോന്നുമ്പോ കണ്ടോട്ടെ. അയ്യോ, ബസ്. മാല, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം.